കഴിഞ്ഞ രാത്രി 10:30 കഴിഞ്ഞാണ് പോലീസ് എറണാകുളം നോർത്തിലെ ഹോട്ടലിലെത്തിയത്. ഒരു ലഹരി ഇടപാടുകാരന്റെ ടവർ ലൊക്കേഷൻ പിന്തുടർന്നെത്തിയ പോലീസ് ഹോട്ടൽ രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ അതിൽ ഷൈൻ ടോം ചാക്കോയുടെ പേര് കണ്ടു. അങ്ങനെ മുറിയിലെത്തി. വാതിലിൽ മുട്ടിയെങ്കിലും ആരും തുറന്നില്ല. സിനിമാ സ്റ്റൈലിൽ ജനൽ വഴി രണ്ടാം നിലയിലേക്ക് ചാടി ഷൈൻ രക്ഷപ്പെടുകയും ചെയ്തു. പോലീസ് എത്തിയ വിവരം ഹോട്ടൽ ജീവനക്കാരിൽ നിന്ന് ചോർന്നതായാണ് പോലീസ് സംശയിക്കുന്നത്. മുറിയിൽ ഷൈനിന് ഒപ്പമുണ്ടായിരുന്നയാളെ ചോദ്യം ചെയ്തെങ്കിലും കൂടുതൽ വിവരം ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം ഷൈനിന്റെ കുടുംബത്തെ മാതൃഭൂമി ന്യൂസ് ബന്ധപ്പെട്ടപ്പോൾ പേടിച്ചിട്ടാകാം ഷൈൻ മുറിയിൽ നിന്ന് ചാടിയതെന്നാണ് അമ്മ പ്രതികരിച്ചത്. മകൻ എവിടെയെന്നറിയില്ല, ഷൈനിനെ വേട്ടയാടുകയാണെന്നും അവർ പ്രതികരിച്ചു. ഇറങ്ങി ഒഴുതി പേടിച്ചിട്ട്, അത് കാരണം പോലീസിന്റെ ഡ്രസ്സല്ല എന്ന് പറയാം, വലിയൊരു മനുഷ്യൻ നിൽക്കണോന്ന് മുൻപില്. അപ്പൊ ഇവൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ റൂം സർവീസിന് വന്നിട്ടുള്ളതാണോ എന്ന്. അവരോട് വിളിച്ച് ചോദിച്ചപ്പോ പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞു. ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പൊ അവൻ പെട്ടെന്ന് ഉറക്കത്തിന്റെ ഇടയിലല്ലേ പെട്ടെന്ന് ഇങ്ങനെ ഇയാളെ കാണുന്നത്. അപ്പൊ ഇറങ്ങി ഓടിയതാണ്. എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. പോലീസിനെ കണ്ട് രക്ഷപ്പെട്ട ഷൈനിന്റെ നിലപാട് സംശയകരമാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. കയ്യിൽ നിന്ന് വഴുതിപ്പോയ നടനെ കണ്ടെത്താൻ തിരച്ചിൽ ഊർജിതമാണ്. ഇയാളുടെ ഫ്ളാറ്റിൽ പോലീസ് എത്തിയെങ്കിലും കണ്ടെത്താനായില്ല. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ലഹരി കേസിൽ എക്സൈസ് പിടിയിലായ യുവതിയുടെ മൊഴിയിൽ ഷൈനിനെ കുറിച്ച് പരാമർശമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ രാത്രിയിലെ നാടകീയ സംഭവവികാസങ്ങൾ. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.